Hi guys, welcome back. And അങ്ങനെ ഇന്റർനാഷണൽ ബ്രേക്ക് ഒക്കെ കഴിഞ്ഞ് ദ പ്രീമിയർ ലീഗ് ഈസ് ബാക്ക് ബേബി. സോ എന്താണ് നമുക്ക് നമ്മുടെ ഫാന്റസി പ്രീമിയർ ലീഗ് ഗെയിം വീക്ക് 3 റിവ്യൂ ചെയ്യാനുണ്ട്. അതോടൊപ്പം തന്നെ ഫാന്റസി പ്രീമിയർ ലീഗ് ഗെയിം വീക്ക് 4 ടീം സെലക്ഷൻ അതും നമുക്ക് ചെയ്യണം. സോ മെനി തിങ്സ് ടു ഡു. അതിലേക്ക് പോണതിന് തൊട്ട് മുന്നേ ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക്. അങ്ങനല്ലേ? പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. അപ്പൊ എന്താ, വേറെ ഒന്നുമില്ല, ലൈക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പോൾ വീണ്ടും എൻ്റെ ഈ മുഖം കണ്ടോണ്ടിരിക്കാലോ. സോ വിത്തൗട്ട് ഫർദർ ഡ്യൂ നമുക്ക് നേരെ നമ്മുടെ ഐപാഡിലേക്ക് പോകാം. ഐപാഡിലേക്ക് നമുക്ക് പോകണം. പിന്നെ കുറച്ച് ജാട കാണിക്കാൻ അപ്പോൾ പെൻസിലൊക്കെ എടുത്തിട്ട് ഫുൾ സെറ്റപ്പ്. സോ നമ്മൾ നേരെ പോകുന്നത് ഫാന്റസി പ്രീമിയർ ലീഗിലേക്കാണ്. ആൻഡ് യു ക്യാൻ സീ ദാറ്റ് എത്ര പോയിന്റ്സ് എനിക്ക് കഴിഞ്ഞ ഗെയിം വീക്കിൽ കിട്ടി. അതായത് ഗെയിം വീക്ക് 3 75 പോയിന്റ്സ് ആണ് ഞാൻ സ്കോർ ചെയ്തത്. സോ നമുക്ക് ആദ്യം അത് നോക്കാം. സോ നമ്മുടെ ഡേവിഡ് റയ, ഗോൾ കീപ്പറായ ഡേവിഡ് റയ, എനിക്ക് ഇതിലേക്ക് നോക്കി പറയേണ്ടി വരും. അപ്പൊ നിങ്ങൾ എന്താണ് സ്ക്രീൻ ഇവിടെ ശ്രദ്ധിക്കുക, അപ്പൊ കുറച്ചും കൂടെ കണക്ട് ആവട്ടോ. ഡേവിഡ് റയ നമുക്ക് 2 പോയിന്റ് നൽകിയുള്ളൂ, വിച്ച് ഈസ് വെരി ബാഡ്. ആൻഡ് സലീബ 2 പോയിന്റ് വീണ്ടും നൽകിയുള്ളൂ, വിച്ച് ഈസ് ഓൾസോ ബാഡ്. പെഡ്രോ പോറോ 1 പോയിന്റ് നൽകിയുള്ളൂ, വിച്ച് ഈസ് ബാഡ്. വെർജിൽ വാൻ ഡൈക്ക് 5 പോയിന്റ് നൽകി, വിച്ച് ഈസ് റിയലി ഗുഡ്. കുൽസുവെസ്കി നമ്മളെ വീണ്ടും നിരാശപ്പെടുത്തി. ഹഡ്സൺ ഒഡേ ഓൾസോ രണ്ടാമത്തെ ഗെയിം വീക്കിലും നമ്മളെ നിരാശപ്പെടുത്തി. മിറ്റോമ 2 പോയിന്റ് കിട്ടിയുള്ളൂ, കൈൻഡ് ഓഫ് നിരാശപ്പെടുത്തി. പക്ഷേ ഇറ്റ്സ് ഓക്കെ, നമുക്ക് കഴിഞ്ഞ ഗെയിം വീക്കിലൊക്കെ തന്നതാണ്. ദെൻ മുഹമ്മദ് സലാ, ദ മാൻ ഹിംസെൽഫ്, 17 പോയിന്റ് ആണ്. ദാറ്റ് അഗെയിൻസ്റ്റ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, വിച്ച് ഇസ് സോ ഗുഡ്. ആൻഡ് അന്റോണിയോ, ലെറ്റ് സീ, ഇറ്റ്സ് എ ലോങ് ബെറ്റ്, 2 പോയിന്റ് കിട്ടിയുള്ളൂ. ആൻഡ് വിത്തൗട്ട് ഫർദർ ഡ്യൂ നമ്മുടെ എല്ലാവരുടെയും ക്യാപ്റ്റൻ ആയിരുന്ന എർലിംഗ് ഹാലൻഡ്, ഒട്ടുമിക്ക ആൾക്കാരുടെ ക്യാപ്റ്റൻ എർലിംഗ് ഹാലൻഡ് ആയിരുന്നു. 34 പോയിന്റ്സ്, ഹാട്രിക്. ആൻഡ് നിക്കോളസ് ജാക്സനെയാണ് നമ്മൾ വൈസ് ക്യാപ്റ്റൻ ആക്കിയിരുന്നത്, 6 പോയിന്റ്. ഞാൻ നിക്കോളസ് ജാക്സനെ അലക്സാണ്ടർ ഇസാക്കിന് മാറ്റിയിട്ടാണ് എടുത്തത്. അലക്സാണ്ടർ ഇസാക്ക് ആണെങ്കിൽ സ്കോറൊക്കെ ചെയ്ത് കുറച്ചുകൂടെ പോയിന്റ് കിട്ടി. ബട്ട് ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് എ ലോങ് റൺ. അത് നമ്മൾ ഇതോടുകൂടി സീസൺ തീരുന്നില്ലല്ലോ, ലൈക്ക് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. സോ വിൽ ഗെറ്റ് സംവർ. അതേപോലെ തന്നെ നമ്മുടെ ബെഞ്ചിലെ ഡിഫൻഡറും മിഡ്ഫീൽഡറും ഓരോ പോയിന്റ് വെച്ച് കിട്ടി ലിസ്റ്റർ സിറ്റിയുടെ. സോ ദാറ്റ്സ് ഇറ്റ്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഹയസ്റ്റ് കിട്ടിയേക്കണ ആരെയൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. ഹയസ്റ്റ് കിട്ടിയേക്കണ അലിസൺ ബെക്കർ ആണ്, 8 പോയിന്റ്. ആൻഡ് ദിസ് ഗായ് 130 പോയിന്റ് കിട്ടി, ട്രിപ്പിൾ ക്യാപ്റ്റൻ ചെയ്ത് ഹാലൻഡിന്, അതാണ്. സോ ഇറ്റ് ലുക്സ് ഗുഡ്. ഡിഫൻസ് ഒന്നും അധികം പോയിന്റ്സ് കിട്ടിയില്ല. വെർജിൽ വാൻ ഡൈക്ക് ആണ് അവിടെയും പെർഫോമൻസ്. സെമെന്യോ, പിന്നെ എസെ, മുഹമ്മദ് സലാ, എംബുമോ, ജാവോ പെഡ്രോ, ഇറ്റ്സ് എ നോട്ടബിൾ ഗായ്, വിസ ആൻഡ് ഹാലൻഡ്. സോ ഇറ്റ്സ് എ ഗുഡ് സ്കോർ. 130 എന്നൊക്കെ പറയുമ്പോൾ അടിപൊളി സ്കോർ അല്ലേ. ഇതൊക്കെ നമുക്ക് പറഞ്ഞുകൊണ്ട് നമുക്ക് നേരെ ബാക്കോട്ട് പോയിട്ട് ലെറ്റ്സ് ഗോ ബാക്ക്. ബാക്കോട്ട് പോകാത്ത ഓക്കെ, വീണ്ടും ബാക്ക് പോകണം, മേലേക്ക് സ്വൈപ്പ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ലീഗിൽ നമ്മൾ എവിടെയാണ് നിൽക്കണം നോക്കണം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നോക്കാനുള്ളത് ചെൽസിക്കാരൻ. സോ ചെൽസിക്കാരനിൽ നമ്മൾ നോക്കിയിട്ട് സെക്കൻഡ് ആണ് നിൽക്കുന്നത് ഗൈസ്, ലൈക്ക് 75. ബാഹുബോഹ്ലി, അടിപൊളി നെയിമാണ്, ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞായിരുന്നു. അലൻ അലക്സ്, മച്ചാൻ 78 പോയിന്റ് സ്കോർ ചെയ്തു. ഞാൻ വീണ്ടും 2ാം സ്ഥാനത്ത് തന്നെ തുടരുകയാണ്. അതോടൊപ്പം തന്നെ എനിക്ക് ഏകദേശം 4 പോയിന്റിന്റെ വ്യത്യാസം ഉണ്ട്. 4 പോയിന്റിന്റെ വ്യത്യാസം നമുക്ക് കവർ ചെയ്യാവുന്ന ഒരു ഗ്യാപ്പാണ്. ലെറ്റ്സ് ട്രൈ അവർ ബെസ്റ്റ്, അതേ പറയാനുള്ളൂ. പക്ഷേ അതോടൊപ്പം തന്നെ ഒട്ടുമിക്ക ആൾക്കാരും കയറി വന്നിട്ടുണ്ട്. സോ ബ്ലീഡ് ബ്ലൂ 86 പോയിന്റ് നേടി. ആർക്കാണ് ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടി? എനിക്ക് 86 ആണ് ഹയസ്റ്റ് വന്നതെന്ന് തോന്നുന്നു. യെസ്, ഈസ് ദ ഹയസ്റ്റ്. മച്ചാന്റെ ടീം നമുക്കൊന്ന് ജസ്റ്റ് നോക്കിയേക്കാം എന്താണ് അവസ്ഥ എന്നുള്ളത്. 86 പോയിന്റ്സ് മച്ചാൻ നേടി. ഡിഫൻസ് അങ്ങനെ വലിയ കാര്യമായ നേട്ടമൊന്നും നൽകിയിട്ടില്ല. പക്ഷേ ലൈക്ക് 5 മിഡ്ഫീൽഡേഴ്സ് ആൻഡ് എസെ വാസ് ദ ഡിഫറൻസ് മേക്കർ ദർ ഡെഫിനറ്റ്ലി. പിന്നെ കോൾ പാമർ ഉണ്ട് ടീമിൽ. അതോടൊപ്പം തന്നെ ഹാലൻഡ് ആൻഡ് ജാവോ പെഡ്രോ, ദാറ്റ് ഓൾസോ മെയ്ഡ് എ ഡിഫറൻസ്. സോ ഓക്കെ, നമുക്ക് പിടിക്കാമല്ലോ, നമുക്ക് ചാൻസ് ഉണ്ടല്ലോ. നമുക്ക് ബാഹുബോലിയുടെ ടീം ഒന്ന് നോക്കിയേക്കാം. മച്ചാൻ എവിടെ നിന്നാണ് പോയിന്റ്സ് കിട്ടിയത്? ലൈക്ക് വെരി സിമിലർ. ഓക്കെ, ഹാവർട്സിനെ ക്യാപ്റ്റൻ ആക്കി. ഹാവർട്സിനെയാണ് ക്യാപ്റ്റൻ ആക്കിയത്. എങ്ങാനും ഹാലൻഡിനെ ക്യാപ്റ്റൻ ആക്കിയിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി. സോ ഇതെങ്ങനെയാണ് നമ്മൾ മിസ്റ്റേക്സ് എടുക്കും. ഇറ്റ്സ് ലൈക്ക് ഹിറ്റ് ആൻഡ് മിസ്. നമുക്ക് ചിലപ്പോ കിട്ടും, ചിലപ്പോ കിട്ടൂല, അതൊക്കെ പോലെ തന്നെ. പിന്നെ നമ്മുടെ ഒരു സ്റ്റാറ്റ് വെച്ച് നമ്മൾ നോക്കിയ ഒരു പരിപാടിക്ക് ചെയ്യാന്നുള്ളതാണ്. സോ ചെൽസിക്കാരല്ല നമ്മുടെ സ്ഥാനം അതാണ്. CFK കൊച്ചിയിൽ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. ദാറ്റ്സ് വെരി ബാഡ്. ഈവൻ ബാഹുബോലിനെ ശ്യാം ചന്ദ്രൻ 94 പോയിന്റ്. ഓ മൈ ഗോഡ്.
സോ മച്ചാന്റെ ഓക്കെ അലക്സാണ്ടർ ആർണോൾഡ് ഉണ്ടായിരുന്നു, പിന്നെ റോബിൻസൺ, അത് രണ്ടുപേരും അത്യാവശ്യം 10 പോയിന്റ് അവിടെ കിട്ടി ബാക്കിൽ നിന്ന്. അഗെയിൻ 5 മിഡ്ഫീൽഡേഴ്സ്, മുഹമ്മദ് സലാ, ഗുഡ്, എസെ, പിന്നെ പാമർ, വിസ, ജോ പെഡ്രോ ബെഞ്ചില്. ജസ്റ്റ് ഇമാജിൻ ഇഫ് റോജേഴ്സ് അല്ലെങ്കിൽ സ്മിത്ത് റോക്ക് പകരം ജോ പെഡ്രോനെ ഇറക്കിയിരുന്നെങ്കിൽ ലൈക്ക് 6 പോയിന്റ് എക്സ്ട്രാ വന്നാണ്, അതായത് 100 പോയിന്റ്സ് വിച്ച് വാസ് ബീൻ ഗുഡ്. സോ നമുക്ക് ജസ്റ്റ് ഒരു ഡിഫറൻസ് നോക്കാം, 261 ആൻഡ് 252 ആൻഡ് 248. സോ നമുക്കിനി നേരെ പോകേണ്ടത് നമ്മുടെ ഓവറോൾ റാങ്കിങ് നോക്കലാണ്. സോ ഇൻ ഇന്ത്യ 2318 സ്ഥാനത്താണ് ഞാൻ. ചെൽസിയുടെ ഇതിൻ്റെ അകത്ത് നോക്കുകയാണെങ്കിൽ 8274. ഗെയിം വീക്ക് 1 അല്ല, ഓവറോൾ നോക്കാം. ഓവറോൾ നോക്കുകയാണെങ്കിൽ 1,29,391. നമ്മൾ താഴേക്ക് പോയി, നമ്മൾ 86,000 എങ്ങാണ്ടായിരുന്നു, 66 അത്ര എങ്ങാണ്ടാണ് നിന്നിരുന്നത്. സോ അതിൽ നമ്മൾ താഴെ പോയിരിക്കുകയാണ്. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് തിരിച്ചു വരാം ഗൈസ്, നോ വഴീസ്, നോ വഴീസ്, നമ്മൾ തിരിച്ചു വന്നിരിക്കും. നമുക്കിനി പോകേണ്ടത് നേരെ നമ്മുടെ ട്രാൻസ്ഫേഴ്സിലേക്കാണ്, അതായത് ട്രാൻസ്ഫർ ഔട്ട്. ഒരു ട്രാൻസ്ഫർ, ഫ്രീ ട്രാൻസ്ഫർ ഉണ്ട്. സോ അത് ഞാൻ യൂസ് ചെയ്യാം എന്നാണ് വിചാരിച്ചേക്കണത്. സോ ബേസിക്കലി നമുക്ക് നേരെ മാറ്റേണ്ടത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്ക് ലൈൻ ഞാൻ അങ്ങനെ തന്നെ വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ റയയാണ്, ടോട്ടനാമിനെതിരെയാണ്. സോ ലെറ്റ്സ് സീ, ലെറ്റ്സ് ഹോപ്പ് റയ നമുക്കൊരു അറ്റ്ലീസ്റ്റ് ബെയർ മിനിമം ഒരു 2 അല്ലെങ്കിൽ 3 പോയിന്റും തരുന്നത്. അതിൽ കൂടുതൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല, കാരണം ഒരു ടഫ് ഫിക്സ്ചർ ആണത്. അതോടൊപ്പം തന്നെ സലിബ ഓൾസോ ഇറ്റ്സ് എ ടഫ് ഫിക്സ്ചർ. ലൈക്ക് ഇത് രണ്ടൊരു ഹിറ്റ് ആൻഡ് മിസ് ആണ്. അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗെയിം വീക്കിലാണ് ഫാന്റസി പ്രീമിയർ ലീഗിന്റെ ചരിത്രത്തിൽ വൈൽഡ് കാർഡ് ഏറ്റവും കൂടുതൽ പ്ലേ ചെയ്തിട്ടുള്ളത്. ലൈക്ക് അപ്പോൾ അങ്ങനെ ഒരു സ്റ്റാറ്റും കൂടെ അതിനകത്ത് പറയാനുണ്ട്. കാരണം കുറച്ച് ടഫ് ഫിക്സ്ചേഴ്സ് നല്ല പെർഫോം ചെയ്യണ ഇതിലൊക്കെ വന്നുകൊണ്ട് വൈൽഡ് കാർഡ് കുറേ അധികം പ്ലേയേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ്സ് എ റെക്കോർഡ്. അപ്പൊ അതൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് വെർജിൽ വാൻ ഡൈക്കിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നമുക്ക് അങ്ങനെ നിൽക്കാം. ബാക്കി രണ്ടും അവിടെ നിൽക്കട്ടെ എന്ന് ഞാൻ പറയുള്ളൂ. ആൻഡ് വെൻ ഇറ്റ് കംസ് ടു ദ മിഡ്ഫീൽഡ്, കുലുസുവെസ്കി ഡെഫിനറ്റ്ലി ഡിസേർവ്സ് ടു ബി ത്രോൺ ഔട്ട്. ത്രോൺ ഔട്ട് എന്ന് പറയുമ്പോൾ മാറ്റാനായിട്ട്. അതേപോലെ ഹഡ്സൺ ഒഡോയ് ഓൾസോ, പിന്നെ മിറ്റോമ ഇറ്റ്സ് ഓക്കെ, വി ക്യാൻ ഗിവ് ഹിം എ ചാൻസ്, കാരണം കുഴപ്പമില്ല. മുഹമ്മദ് സല സ്റ്റേയിങ്, വിങ്സ് ഇറ്റ്സ് ഓക്കെ സ്റ്റേയിങ്. അന്റോണിയോ ഫുൾഹാമിനെതിരെയാണ്, സോ ഹോപ്പ്ഫുള്ളി ഹീൽ സ്കോർസ്. ദെൻ ജാക്സൺ ബോൺമത്തിനെതിരെ നമ്മുടെ ക്യാപ്റ്റൻ ആയിട്ട് നമ്മൾ കറന്റ്ലി വെച്ചിട്ടുള്ള ബ്രെൻഫോർഡിനെതിരെ ഹാലൻഡ്. ആൻഡ് എനിക്ക് തോന്നുന്നത് ഐ വിൽ ടേക്ക് ഓഫ് കുലുസുവെസ്കി. വേറെ ഒന്നും കൊണ്ടല്ല, നോയിക്കോട്ടെ, ഇത് മാറ്റുമ്പോഴായിരിക്കും കുലുസുവെസ്കി ഈ കളിയിൽ വന്നിട്ട് എന്താണ് ഗോൾ അടിക്കുന്നത്. പക്ഷെ നമുക്ക് എന്താണ് വി ഹാവ് ടു കാരണം കുലുസുവെസ്കിയുടെ അടുത്ത 2 മാച്ചുകൾ വന്നത് നോക്കിയേ, അർസനൽ, അത് കഴിഞ്ഞ് ബ്രെൻഫോർഡ് വിച്ച് ഇസ് ഓക്കെ ഫിക്സർ, ദെൻ അത് കഴിഞ്ഞിട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. ഇപ്പൊ കുറച്ച് തകർച്ചയിലായതുകൊണ്ട് പോയിന്റ്സ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ വി ഹാവ് ടു. ഞാൻ വേറൊരു ആളെ നമ്മുടെ മനസ്സിൽ കണ്ടിട്ടുണ്ട്, ആളാരാന്ന് ഞാൻ പറഞ്ഞുതരാം. സോ റിമൂവ് ആൻഡ് ആഡ് മിഡ്ഫീൽഡർ, സെലക്ട് റീപ്ലേസ്മെന്റ്. നേരെ നമ്മൾ പോകുന്നത് മിഡ്ഫീൽഡേഴ്സിന്റെ ലിസ്റ്റിലേക്കാണ്. കോൾ പാമറിനെ വേണമെങ്കിൽ ആഡ് ചെയ്യാം, പക്ഷെ 10 മില്യൺ വേണം. എൻ്റെ ആകെ 7.3 മില്യണേ ഉള്ളൂ. 10.6 മില്യൺ വേണം. സോ നമുക്ക് ഒരു റീസണബിൾ പ്രൈസിലേക്ക് പോകാം. നമുക്കുള്ളത് 7.3 മില്യൺ. സോ 7.3 മില്യൺ, കമോൺ. ഓക്കെ, 7.1 മില്യൺ ഉള്ള എംബുമോ ഉണ്ട്. എംബുമോ ഇസ് എ ഗുഡ് ഓപ്ഷൻ ഡെഫിനറ്റ്ലി. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഐവൻ ടോണി പോയേക്കണോണ്ട് സെറ്റ് പീസുകളുടെ ഉത്തരവാദിത്തം എംബുമോക്കാണ്. സോ ദാറ്റ്സ് എ ഗുഡ് തിങ്. ബട്ട് ലെറ്റ്സ് സീ ദ ഫിക്സ്ചേഴ്സ്. ഓ മൈ ഗോഡ്, സി മാഞ്ചസ്റ്റർ സിറ്റി, ടോട്ടൻഹാം, വെസ്റ്റ് ഹാം യുണൈറ്റഡ്. സോ മൂന്നും ഇച്ചിരി ടഫ് ഫിക്സ്ചേഴ്സ് ആണ്. സോ നമുക്ക് അധികം പോയിന്റ്സ് പ്രതീക്ഷിക്കാം, പക്ഷെ എന്നാൽ അധികം പ്രതീക്ഷിക്കാൻ പറ്റില്ല. എന്നിട്ട് നോക്കുമ്പോൾ ഓക്കെ, ദിസ് ഇസ് ഗുഡ്. എസെ ക്രിസ്റ്റൽ പാലസിന് വേണ്ടി അടിപൊളി പെർഫോമൻസ്. സോ എക്സ്പെക്റ്റഡ് പോയിന്റ്സ് ഫോർ എസെ ഇസ് ഹൈ ഈ വീക്കിൽ ആസ് പെർ സം അതർ സ്റ്റാറ്റ്സ്. ഓക്കെ, ഞാൻ നോക്കിയത് വെച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് എസെനെ സെലക്ട് ചെയ്യാം, കാരണം 6.9 മില്യൺ ഉള്ളൂ. വിച്ച് ഇസ് എ ഗുഡ് ബൈ. മാർട്ടിനെല്ലി മോശം പെർഫോമൻസ് ആണ്. ട്രൊസാർഡ് പിന്നെയും കുഴപ്പമില്ല, പക്ഷേ ടോട്ടൻഹാം, മാഞ്ചസ്റ്റർ സിറ്റി ടഫ് ഫിക്സ്ചേഴ്സ്. മാഡ്വെക്കെ നല്ല ഫോമിലാണ് ഉള്ളത്, 6.6 മില്യൺ ആണ്. ബോൺമൂത്ത്, വെസ്റ്റ് ഹാം, പിന്നെ അതേപോലെ തന്നെ ബ്രൈറ്റൺ. സോ ഇറ്റ്സ് ബിറ്റ്വീൻ മാഡ്വെക്കെ ആൻഡ് എസെ. വാട്ട് ഡു യു തിങ്ക് ഗൈസ്? എനിക്ക് തോന്നുന്നു എസെ, കാരണം വേറെ ഒന്നും കൊണ്ടല്ല,
എസയാണ് ഇപ്പോൾ ക്രിസ്റ്റൽ പാലസിന്റെ കുന്തമുന, കാരണം ഒലീസെ പോയി. സോ ഐ എം ഗോയിങ് ഫോർ എസെ ഗൈസ്. ലെറ്റ്സ് ഹോപ്പ് ദിസ് വർക്ക്സ്. അപ്പോൾ എന്താണ് നമ്മൾ എസേനെ ടീമിലേക്ക് എടുത്തിരിക്കുന്നു. നെക്സ്റ്റ് പ്ലീസ്. ഓക്കെ, നമ്മുടെ ഫ്രീ ട്രാൻസ്ഫർ നമ്മൾ യൂസ് ചെയ്യാൻ പോണേണ്. കൺഫേം. സോ അങ്ങനെ നമ്മൾ എസേനെ ടീമിലേക്ക് എടുത്തു. സോ ഇതാണ് നമ്മുടെ ഈ വീക്കിലേക്കുള്ള ടീം. സോ ലെറ്റ്സ് പിക്ക് ദ ടീം. റയ, സലീബ, പെഡ്രോ പോറോ, വെർജിൽ വാൻ ഡൈക്ക്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പെഡ്രോ പോറോനെ മാറ്റിയിട്ട് എനിക്ക് തോന്നേ നമുക്ക് ക്രിസ്റ്റൽ പാലസിനെതിരെ ഫൈസിന് ഇടണോ? ഹഡ്സണോടോ ഈ കളി തിളങ്ങുമോ? എക്സ്പെക്റ്റഡ് ഹഡ്സണോഡോയ്ക്ക് ഒരു ചാൻസും കൂടെ കൊടുക്കാം. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ചാൻസ് ഫോർ ഹഡ്സണോഡോയ് അല്ലേ? ലിവർപൂളിനെതിരെയാണ്. ലിവർപൂൾ ആണെങ്കിൽ ക്ലീൻ ഷീറ്റ്സ് ആണ് ഫുള്ള്. എനിക്ക് തോന്നണില്ല. സോ ലെറ്റ്സ് ചേഞ്ച്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ലെറ്റ്സ് സബ്സ്റ്റിറ്റ്യൂട്ട്. ഫൈസിന് ഇടാം, അല്ലെങ്കിൽ വിങ്സിന് ഇട്ടാലോ? വിങ്സിന് ക്രിസ്റ്റൽ പാലസ് ആണ് നമ്മളിവിടെ ഇതിന് ഇടുകയും ചെയ്തിട്ടുണ്ട്. വിങ്സിനാണെങ്കിൽ വിങ്സ് സ്കോർ ചെയ്താൽ കുറച്ച് പോയിന്റ്സ് കിട്ടും. ഫൈസിന് നമ്മൾ അങ്ങനെ ഒരു കാൽക്കുലേഷൻ ഉണ്ട്. സോ ലെറ്റ്സ് ചേഞ്ച്. സബ്സ്റ്റിറ്റ്യൂട്ട് വിങ്സ്. ഓക്കെ, വിങ്സ് നമുക്ക് കുറച്ച് പോയിന്റ്സ് തരുമെന്ന് വിചാരിക്കുന്നു. സോ ഹഡ്സണോഡോ ഈസ് ഔട്ട് ആൻഡ് വിങ്സ് ഇസ് ഇൻ. സോ ഇതിൻ്റെ അകത്ത് മാറ്റാനായിട്ട് നിക്കോളസ് ജാക്സൺ വൈസ് ക്യാപ്റ്റൻ ഡെഫിനറ്റ്ലി, ആൻഡ് എർലിംഗ് ബ്രൂട്ട് ഹാലൻഡ്, പേര് പോലെ തന്നെ ബ്രൂട്ട്. സോ ഇതാണ് നമ്മുടെ ടീം. ജസ്റ്റ് കൺഫേം. ടീം സേവ്ഡ്. ഫാന്റസി ചലഞ്ച് ഞാൻ കളിക്കില്ല. സോ ഇതാണ് നമ്മുടെ ടീം. സോ ദാറ്റ്സ് ഇറ്റ് ഗായ്സ്. ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ളത് ഇതൊക്കെയാണ്. നിങ്ങളുടെ തോട്ട്സ് എന്തായാലും കമന്റ് സെക്ഷനിൽ വന്ന് രേഖപ്പെടുത്തുക. ഈസ് ഇറ്റ് ഹെൽപ്പിംഗ് യു ഗായ്സ് ഇൻ സം വേ ഇൻ ടേംസ് ഓഫ് ടീം സെലക്ഷൻ? അതുപോലെ തന്നെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുണ്ട്, ഏതെങ്കിലും പ്ലെയറിനെ ഞാൻ മാറ്റിയിട്ട് ഇന്ന പ്ലെയർ ആക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് പറയണം. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ് മോ.